ചില ദിവസങ്ങളിലാണെങ്കിൽ ഉച്ചക്ക് വെച്ച കറി വൈകുന്നേരത്തേക്ക് തേക്കൂല. ചോറോ കറിയോ കുറവില്ല ദിവസം അതെല്ലായിരിക്കും ഒടുക്കത്തെ വിശപ്പായിരിക്കും. ഇന്ന് ചോറുണ്ട് പക്ഷെ കറി കുറവാന്ന്. അതിക്കൂട്ടനാണെങ്കിൽ കളി കഴിഞ്ഞ് വന്നേരെ വിശക്കുന്നെന്ന് പറയാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇല്ല കറിയും എടുത്തിട്ട് ഓന് ചോറങ്ങ് കൊടുത്തു. നല്ല മുളകിട്ട് പറ്റിച്ച അയിലക്കറിയും വെണ്ടക്ക ഫ്രൈ ആയിരുന്നു. രാത്രിക്കേക്ക് കറി വെക്കാനും ഇന്ന് അനിയടൻ അയില തന്നെയാന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിനി. ആകെ മൊത്തം 4 മീനേയില്ലു. ഇന്ന് 2 ഞാൻ നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് തലയും കൂടിയിട്ട് തേങ്ങ അരച്ച് കറി വെക്കാന്ന് വിചാരിച്ചു. ഇത് ഇവിടെ തന്നെ ഉണ്ടായ നല്ല ഫ്രഷ് വഴുതനങ്ങ കേട്ടാ. അങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും എണ്ണയിൽ ചെറുതായിട്ടൊന്ന് വാടുമ്പം അതിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില പിന്നെ ഇവിടെ ക്ഷാമില്ലല്ലോ. പിന്നെ ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പോലെ ഒന്ന് ഉടഞ്ഞു കിട്ടും. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് പൊടികളെല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് അരവ് നല്ല പോലെ തിളക്കുമ്പം നമുക്ക് മീനിന്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പറക്കി ഇട്ട് കൊടുക്കുക. തലയിട്ട് കൊടുക്കുമ്പം ഇതുപോലെ ഒന്ന് വിടർത്തി ഇട്ട് കൊടുക്കണം. എന്നാലേ അതിന്റെ ഉള്ളിലേക്കെല്ലാം നല്ല പോലെ ഒന്ന് അരവ് പിടിക്കൂലൂ. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മീനൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളെ വഴുതനങ്ങ ഒന്ന് മുറിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മളെ മീൻ അരവിൽ കിടന്ന് നന്നായി തിളച്ച് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിനി. മീൻകറിക്കും തേങ്ങ നല്ല പോലെ അരയണം. അങ്ങനെ അരച്ചെടുത്ത തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ മീൻകറി റെഡി. തൊട്ടപ്പുറത്ത് തന്നെ വറവും കൂടി സെറ്റായി വരുന്നുണ്ട്. എന്നെ പോലെ തന്നെ ലേഖമ്മക്കും വഴുതനങ്ങ വറവ് കാരണം ജീവനാണ്. അങ്ങനെ കുറച്ച് വഴുതനങ്ങ വറവെടുത്തിട്ട് അമ്മക്കും കൂടി കൊണ്ടു കൊടുത്തു. അമ്മക്ക് ഓൾറെഡി മീൻ കിട്ടിയിട്ടുണ്ടായിനി. പിന്നെ സാമ്പാർ കറിയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. വീട്ടിൽ വന്നാൽ പിന്നെ എനിക്ക് ചട്ടിങ്കലെല്ലാം തുറന്നു നോക്കിയിട്ട് ഇൻസ്പെക്ഷൻ നടത്തണം. പിന്നെ കുറെ നേരം അമ്മയോട് വർത്താനെല്ലാം പറഞ്ഞുകൊണ്ട് നിന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പത്തേക്ക് രണ്ടാളും അടുത്ത വിശപ്പുമായിട്ട് എന്റെ പിറകെ കൂടിയിട്ടുണ്ടായിനി. പിന്നെ വേഗം രണ്ടാക്കും ചോറും കൊടുത്തിട്ട് ഞാൻ വേഗം അടുക്കള അങ്ങ് പൂട്ടി.